നമസ്കാരം, ഞാൻ മൃണാൾ. ഹൊസക്കോട്ടെ ബിരിയാണിക്ക് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരമുള്ള എന്ന എല്ലാവരും സംസാരിക്കുന്ന സ്ഥലമാണ് മല്ലികെ ബിരിയാണി. ഈ കൗണ്ടറിലുള്ള ആൾക്കാർ നല്ല തിരക്കാണ്. സെൽഫ് സർവീസ് ആണ്, വെൽ മാനേജ്ഡ് അല്ല, അതിൻ്റെ ഒരു തിരക്കാണ്. ഇവിടെ വളരെ കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാ സ്റ്റാഫും പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. കൗണ്ടറിന്റെ ചുറ്റും കുറെ സ്ഥലങ്ങൾ ഇതുപോലെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ വന്നിരുന്ന് കഴിക്കാം. ഇതിന് സൈഡൊന്നും ഇല്ലാത്തതാണോ അതോ എവിടുന്ന സൈഡ് എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടാണോ? കന്നഡ മാത്രമേ ആ കോട്ടിട്ട് നിൽക്കുന്ന അവർക്ക് അറിയുള്ളൂ. നേരത്തെ ഞാൻ കുറേ സംസാരിച്ച് നോക്കി, അവരെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ എല്ലാം കന്നഡത്തിലായിരിക്കും. ആ ടേബിളിലും ഒന്നും സൈഡൊന്നും ഇല്ലല്ലേ? ഇല്ല, സൈഡൊന്നുമില്ല. എല്ലാവരുടെ കയ്യിൽ ഇത് തന്നെ ഉള്ളൂ. അവിടെ ഉണ്ടല്ലോ, ഞാൻ എടുത്തിട്ട് വരാം. തമിഴ്നാടിന് വെറുതെ അല്ല കാവേരിയിലെ വെള്ളം കിട്ടാത്ത. കാവേരിയിലെ മൊത്തം വെള്ളം ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിന് തൊട്ടടുത്തൊരു തോടുണ്ട്. ആ തോട് കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുകയായിരുന്നു, നമ്മൾ ഇതുവരെ കഴിച്ച എല്ലാ ബിരിയാണിക്കും ഒന്നിൽ റൈസ് മോശം നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. മീറ്റിൻ്റെ ക്വാളിറ്റിയിൽ മാത്രമാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഇവിടെ റൈസ് ഇസ് നോട്ട് ഗുഡ്. നമുക്കിതിൻ്റെ ബില്ല് കിട്ടില്ല, കാരണം ബില്ല് അവർ വാങ്ങിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ഇതിന് എത്ര രൂപയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. 420 രൂപയാണ് ഇത്രയും ബിരിയാണിക്കും ഈ കബാബിനും കൂടെ ഞാൻ കൊടുത്തത്. 420 രൂപ, അത്രയേ ഉള്ളൂ. ബാംഗ്ലൂരെ പല റെസ്റ്റോറൻറ്റ്സിലും ഒരു ബിരിയാണിക്ക് മാത്രം 420 രൂപയുണ്ട്, ഒരു മട്ടൻ ബിരിയാണിക്ക്. ക്വാളിറ്റിയിൽ നല്ല കോംപ്രമൈസാണ്. ഈ ബിരിയാണി, ഇതിലെ മീറ്റ്, ഈ റൈത്തയിൽ ഈ വെള്ളം പോലെ ഇരിക്കുന്ന റൈത്തയാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം. ഈ കബാബ് അവരോട് നിന്ന് എടുത്തെടുത്ത് തരികയാണ്, പക്ഷെ ഇതിന് ചൂടുണ്ട്. പണ്ട് ഒരു 20 കൊല്ലത്തോളം മുമ്പ് ചെന്നൈക്കടുത്ത് കാട്ട്പാടിയിൽ നിന്ന് ചെന്നൈ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആനന്ദ് എന്നെ ഒരു ടാസ്മാക്കിൻ്റെ പുറകിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ടാസ്മാക്കിൻ്റെ പുറകിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു കെട്ടിയിട്ട പോലത്തെ ഒരു സ്ഥലം ഉണ്ടാകും. അത് ഫ്രണ്ടിൽ നിന്ന് കള്ള് മേടിച്ച് പുറകെ വന്നിട്ട് ഈ ടച്ചിങ്സോട് കൂടി കഴിക്കാൻ. അന്നായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കിച്ചൺ കണ്ടിട്ടുണ്ടാവുക. ഇതിൽ നിന്നൊരു കടി അടിച്ചപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. നല്ല ചൂടുള്ള ഓയിലിലേക്ക് ചിക്കൻ ഇങ്ങനെ ഈ എരിവുള്ള മുളക് മസാല ഇട്ടിട്ട് വറുത്ത് കോരിയതായത്. അത് ആ എണ്ണയിൽ കുറേ നേരം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ബാംഗ്ലൂർ കബാബ്സ് ഇങ്ങനെയല്ല ഉണ്ടാവുക. അത് ഇങ്ങനെ ഡ്രൈ ആയിട്ടല്ല, ഡ്രൈനെസ് ആണ് ഇവരുടെ മെയിൻ. ഇത് ഭയങ്കര ഡ്രൈ ആൻഡ് ച്യൂയി ആയിട്ടുള്ള മട്ടനാണ്, രക്ഷയില്ല. ഈ കബാബ് ആക്ച്വലി ഇത്രയൊന്നും മെനക്കെടേണ്ടി വരില്ല ഒരു കബാബിലെ ചിക്കൻ പീസ് കിട്ടാൻ. ബേസിക്കലി ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഈസി ഗോയിങ് ആണ് ബാംഗ്ലൂർ കബാബ്. ഇവിടെ വിലക്കുറവായതുകൊണ്ടല്ലോ ഈ ആൾക്കാർ മുഴുവൻ ഇവിടെ വരുന്നത്. ശരിയാണ്, ഇവിടെ ബിരിയാണിക്ക് അത്രേ വിലയുള്ളൂ. കബാബും ബിരിയാണിയും കൂടെ, മട്ടൻ ബിരിയാണി എന്ന് ആലോചിക്കണം, 420 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മളീ കാണുന്ന ബഹുഭൂരിഭാഗം പേരും കാറെടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ വന്നവരാണ്. 3/4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണം മിനിമം. അപ്പം ബിരിയാണിയിൽ 100 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ ഒരു വരുമോ? ഇല്ല. ക്ലാസിക് കേസ് ഓഫ് ഹൈപ്പ്. അവിടെ ഇതൊന്ന് കഴിച്ചു തീർക്കാവോ? എന്നെ കൊണ്ട് പറ്റൂല. ബിരിയാണി ഇത്രയും ഞങ്ങൾ ബാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിലും പുറത്ത് കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബ്ലാക്കിൽ വിറ്റാലോടാ.